പ്ലീസ് വേണ്ട വേണ്ട ഒരിഞ്ഞ തല്ലാണ് അങ്ങനെ നടക്കുന്നത്. ഈ തോക്കൊന്നും പോരാ, നമുക്ക് മിഷൻ കണ്ണ് വേണം. മിഷൻ കണ്ണ് ഒരിഞ്ചിന് ഇവിടെ ഒറ്റവിടെ. ആരാടാ രാജേന്ദ്രനെ തല്ലിയത്? എന്റെ മരുമകളെ തല്ലാൻ മാത്രം നീയൊക്കെ പറഞ്ഞൂടാ? ഞാൻ കള്ളനെ നാളപ്പിനെ തല്ലിയത്, ഞാൻ കൊച്ചമ്പരനെ തല്ലിയില്ല. കഴിവുപോയി. എന്റെ ഉപ്പിച്ചോറ് നിന്നിട്ട് എന്റെ നേരെ കുതിരാകാൻ വരുന്നോ? ചവിട്ടിയത് ധാരപ്പനയാണെങ്കിലും കൊണ്ടത് എനിക്കാ. അത് കൊള്ളേണ്ടത് നിനക്ക് തന്നെയായിരുന്നു. നീ ഒരുത്തിനാണ് ചീത്തയാക്കിയത്. ഒരു തെറ്റും ചെയ്യാത്ത ആ പാവപ്പെട്ട മനുഷ്യരെ തല്ലി ചതയ്ക്കുന്നത് കണ്ട് സഹിക്കാനാവാൻ ഞാൻ അവരെ പറഞ്ഞത്. തെറ്റ് ചെയ്തില്ലെന്ന് തീരുമാനിക്കാൻ നീ ആരാ? എന്നു മൂലം നിനക്ക് അവരൊക്കെ നല്ലവരായത്. മാഷേമാരും തല്ലല്ല, ഒന്ന് കുഴിച്ചുകൂടെ വേണ്ടത്. എനിക്കങ്ങനെ തോന്നുന്നില്ല. സത്യം സത്യമാണെന്ന് പറഞ്ഞ അവർ ചെയ്ത് തെറ്റ്. അതിനവരെ കൊല്ലാൻ ശ്രമിച്ചാൽ എനിക്കത് കണ്ടു നിൽക്കാനാവില്ല. നിൽക്കണ്ട. എന്നെ തിരിച്ചു പോറ്റുന്ന ഒരു പാമ്പിന് ഞാൻ തീറ്റിപ്പോറ്റില്ല. നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന ചില സൗകര്യങ്ങളുടെ പേരിൽ എന്നെ പണയം വെക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങളുടെ വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കാനും എന്നെ കിട്ടില്ല. ഇത്രയും കാലം എന്നോട് കാണിച്ച സ്നേഹത്തിന് നന്ദി. വരട്ടെ. തമ്പ്ര, തമ്പ്ര, നിർത്ത് നിർത്ത് തമ്പ്ര. മാസ്റ്റേ, മാസ്റ്റേ, ഞാൻ പോവാ. എങ്ങോട്ട്? ഞാൻ തിരിച്ചു പോവാ മാഷേ. എന്താ ഗവേഷണം തീർന്നോ? ഇത്ര വേഗം പഠിച്ചു തീരാൻ ആദിവാസികൾ എന്താ ഒന്നാം പാഠ പുസ്തകമാണ്? പഠിച്ചു തീർന്നിട്ടല്ല, ഉത്സവത്തിലെ ബഹളത്തിന്റെ ബാക്കി വീട്ടിലും നടന്നു. പിന്നെ അവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ നമ്പ്യാരെ പേടിച്ച് ഓടുക? പേടിച്ചിരുന്നെങ്കിൽ അങ്ങേര് പറയുന്നതനുസരിച്ച് അവിടെ തന്നെ ചൂളിപ്പിടിച്ച് കഴിഞ്ഞാൽ മതിയായിരുന്നല്ലോ. ആ ഡയറപ്പിനെ ഞാൻ കൊണ്ടുപോവാ മാഷെ. നമ്പ്യാര് വിളിച്ചിട്ടും അവൻ തന്റെ അടുത്തോട് എന്നോട് ഇറങ്ങി വന്നു. തമ്പ്ര വിളിച്ച് ഞാൻ നിന്നില്ല. വിവേക, ആദ്യമായിട്ടാണ് നമ്പ്യാരുടെ മുമ്പിൽ ഒരു ആദിവാസി നട്ടല് നിൽക്കുന്നത്. എന്നിട്ട് നീ അവനെ കൊണ്ടുപോവാ? ഡയറപ്പിനെ അവിടെ വിട്ടിട്ട് പോയാൽ അവരിനി അവനെ ഉപദ്രവിക്കും. അതുകൊണ്ടാണ് ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഒരു വിനോദയാത്രയ്ക്ക് വന്ന ലാഘവത്തോടെ വിവേകിന് ഇവിടെ വിട്ടു പോകാൻ കഴിയും. പക്ഷെ ദാരപ്പൻ അങ്ങനല്ല. ഇന്ന് നമ്പ്യാരോട് അവൻ കാണിച്ച എതിർപ്പ്